ദ മിറക്കിൾ ഓഫ് ലൈഫ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് അല്ലേ ഇത്. നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴേ നമ്മുടെ അടുത്ത് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, വെൻ യു ഗെറ്റ് ഓൾഡ് യു വിൽ ഗെറ്റ് എവറിഥിങ് യു വോണ്ട് ആൻഡ് യു വിൽ അച്ചീവ് എവറിഥിങ് യു വോണ്ട് എന്നൊക്കെ. നിങ്ങൾക്ക് സന്തോഷവും സമാധാനമായിട്ടുള്ള ഒരു ജീവിതം കിട്ടും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും, ഒരു ഡോക്ടറാവും, എഞ്ചിനീയർ ആവും, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ വലുതാവുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ വേറെയായിരിക്കും. ആരൊക്കെയോ പറഞ്ഞു വലുതാകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റിൽ ചെയ്യേണ്ടി വരും, നമുക്ക് സാറ്റിസ്ഫൈഡ് ഇല്ലാത്ത ഒരു ലൈഫിലേക്ക് സെറ്റിൽ ചെയ്യേണ്ടി വരും, തട്ടിയും മുട്ടിയും അവിടെ എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലേ സമാധാനമുള്ള ജീവിതം കിട്ടുള്ളൂ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ച് അതിലൂടെ നമ്മൾ അങ്ങനെ സെറ്റിലായി പോകുന്നു മാത്രം. പക്ഷേ ഈ ലോകത്ത് ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിലും 10 on 10 ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. ഒരു കാര്യം പറയാം, എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മുടെ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് പീപ്പിൾ അല്ലേ, ലൈക്ക് അവാർഡ് വിന്നിങ് കരിയറൊക്കെ ഉള്ള ആൾക്കാർ, ചില ആൾക്കാർ അവർ കരിയറിൽ ടോപ്പായിരിക്കും, പക്ഷേ അവരുടെ സ്ലീപ്പിംഗ് സൈക്കിൾ, അവരുടെ റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരുടെ ഒരു പറച്ചിലുണ്ടല്ലോ, ഒരു സംഭവം അച്ചീവ് ചെയ്യണമെങ്കിൽ മറ്റേത് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. അതായത് പൈസ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഉറക്കം കളയേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങൾ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ പറഞ്ഞാലും വെൽത്ത് വേണമെങ്കിൽ ഹെൽത്ത് കളഞ്ഞിട്ടാണ് പലരും പലപ്പോഴും ഈ ലോകത്ത് ഇപ്പം ജീവിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ തോട്ട്സ് ആണ്, അതൊക്കെ നമ്മൾ മൈൻഡിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. വി ക്യാൻ ആക്ച്വലി അച്ചീവ് 10 on 10 ഇൻ എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. കുറച്ച് നമുക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ, നമ്മുടെ റുട്ടീൻ പ്രോപ്പറായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇത് നേടിയെടുക്കാനുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും 10 on 10 ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ കാണാത്തത്. നമുക്ക് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഗൂഗിളിൽ പോയിട്ടോ യൂട്യൂബിൽ പോയിട്ടോ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ അതുപോലത്തെ റീൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും. അവർ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ലൈഫ്, ഒരു എല്ലാത്തിൻ്റെയും ജീവിതത്തിൽ സമാധാനം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപക്ഷെ ആൾക്കാർ, കുറേ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എല്ലാത്തിൻ്റെയും തുടക്കം നമ്മുടെ മോർണിംഗ് റുട്ടീനാണ്. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ചെയ്യുന്ന രീതി, നമ്മൾ എഴുന്നേൽക്കുന്ന രീതി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വിച്ച് വിൽ റിസൾട്ട് ഹാപ്പിനെസ്. നമ്മൾ പീസ്ഫുൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആസ്പെക്റ്റിലും 10 on 10 അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് ട്രൈ ടു ബി മൈൻഡ്ഫുൾ വിത്ത് വാട്ട് യു ഡു ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് യുവർ ഡേ. അതായത് രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ നമ്മൾ ബെഡിൽ എണീക്കാതെ കുറേ നേരം ബെഡിൽ കിടക്കുക, ഫോൺ നോക്കിയിരിക്കുക. അതേസമയം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ എണീറ്റുപാടെ ബെഡ് ശരിയാക്കുക, ബ്രഷ് ചെയ്യുക, ബാക്കിയുള്ള ഡെയിലി കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക, എക്സസൈസസ്, ബ്രീതിങ് എക്സസൈസസ്, അല്ലെങ്കിൽ നടക്കാൻ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫും ഡേയും പ്രൊഡക്റ്റീവായിട്ടായിരിക്കും പോകുന്നത്. അവരുടെ സക്സസിൻ്റെ മീനിങ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഹാപ്പിനെസ് അതൊക്കെ വേറെ ആയിരിക്കും. പക്ഷേ അതേസമയം മടിയും പിടിച്ച് നമ്മൾ ചുമ്മാ ബെഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും കിടന്ന് റീൽസും കണ്ട് ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് റീൽസും അതൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നെഗറ്റിവിറ്റിയേ ഉണ്ടാവുള്ളൂ, ഒരുപാട് നെഗറ്റീവ് തിങ്സേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് മൈൻഡ്ഫുള്ളായിട്ട് നമ്മുടെ മോർണിംഗ് റുട്ടീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡേയും ഈ പറഞ്ഞ സക്സസ്ഫുൾ ആൾക്കാരുടെ ഒപ്പത്തിൽ തന്നെ അവരുടെ പോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാനും പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടാൻ പറ്റിയ സംഭവങ്ങളൊന്നുമല്ല. ഇതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ഡെയിലി ഒരു 5 മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 മാസം സമയം നമുക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ കഴിഞ്ഞിട്ട് ഞാൻ പാചകത്തിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഇന്നത്തെ മീൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചിക്കൻ കറിയാണ്, ഉച്ചക്ക് സാമ്പാറും ചിക്കൻ പൊരിച്ചതും ചോറും. സിമ്പിളാക്കി, ബിക്കോസ് എനിക്ക് കുറച്ച് ഇന്ന് പുറത്ത് പോയിട്ട് പരിപാടികളും എൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം വന്ന ഉടനെ ഞാൻ സാമ്പാറിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ചെയ്തത്. ഞാൻ ശരിക്കും രാവിലെ എൻ്റെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ചിക്കൻ പുറത്ത് വെച്ചു. പക്ഷേ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട്, ഐസ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് അതെനിക്ക് ആദ്യം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് കുറച്ച് അധികം നേരത്തെ ആയിരുന്നു എണീച്ചതും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഉച്ചക്കത്തെ സാമ്പാറിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ അതങ്ങ് വേവിച്ച് വെച്ചാൽ മതിയല്ലോ, പിന്നെ നമ്മൾ ഈ ചിക്കനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാന്ന്.
അപ്പോൾ ചിക്കൻ കഴുകി വെച്ചിട്ട് രാവിലത്തെ പുട്ടിനുള്ള ചിക്കൻ കരിക്കുള്ള പീസസ് മാറ്റി വെച്ച് ഉച്ചയ്ക്ക് ഫ്രൈനുള്ളത് ഞാൻ ഫ്രൈ ആക്കാനായിട്ട് കുറച്ച് മസാല എല്ലാം പുരട്ടി വെക്കുകയാണ്. ബേസിക് ആയിട്ടുള്ള മസാലാസ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തത്. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ അതിൽ വെച്ചു. പിന്നെ സവോള ആവശ്യമുള്ള ചിക്കൻ കരിക്കുള്ള സവോളയും, സാമ്പാറിന് ഞാൻ അങ്ങനെ സവോള അല്ല ചെറിയ ഉള്ളിയായിരുന്നു ഇട്ടത്, അതിന് സവോള ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ കരിക്കുള്ള സവോള, തക്കാളി അതെല്ലാം അറിഞ്ഞു വെക്കലാണ്. പിന്നെ വേറൊരു സംഭവം, സാമ്പാർ ഞാൻ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ലക്ഷദ്വീപിലൊന്നും സാമ്പാറൊന്നും അത്ര കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമല്ല. ഞാൻ ആക്ച്വലി സാമ്പാർ അധികം കഴിക്കുന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം കഴിച്ച് വന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം കുക്കറിൽ ദാലിട്ടിട്ട് എന്താണ് പച്ചക്കറി നമ്മൾ യൂസ് ആക്കുന്നത് അതെല്ലാം കൂടി ഇടും. പക്ഷേ സാമ്പാറിന് വളരെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പംകിൻ. ഞാൻ ഈ അടുത്താണ് അത് കണ്ടുപിടിച്ചത്. അതായത് വെണ്ടക്ക, പിന്നെ ഡ്രം സ്റ്റിക്ക് അല്ലേ അതും, പിന്നെ ബ്രിഞ്ചോൾ, അതൊക്കെ ഞാൻ ലാസ്റ്റിലാണ് ഇടുക. കുക്കറിൽ വേവിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ടു, മഞ്ഞൾ പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ സാമ്പാറിൻ്റെ ഉള്ള സംഭവം റെഡിയായി കിട്ടി. പിന്നെ താളിക്കലും ഈ പറഞ്ഞ് ബാക്കിയുള്ള വെജിറ്റബിൾസ് അതൊരു 10 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. പിന്നെ ചോറ് നമ്മൾ പിന്നെ ലാസ്റ്റത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് നേരത്തെ ആയതുകൊണ്ട്. എന്നിട്ടാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രിപ്പറേഷനിലേക്ക് ഇടുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞ മാതിരി ചിക്കൻ കറിയും പുട്ടുമായിരുന്നല്ലോ. ചിക്കൻ മസാല കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ മസാല കറി എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല, നമ്മുടെ സാധാരണ കടയിലേക്ക് വാങ്ങാൻ കിട്ടുമല്ലോ ചിക്കൻ മസാല. ഞാനെന്തോ കിച്ചൺ ട്രഷറിൻ്റെയോ ഈസ്റ്റേൻ്റെയോ എന്തോ ചിക്കൻ മസാല ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലത്തെ മൺചട്ടിയിൽ താളിച്ചിട്ട്, കടുകെല്ലാം താളിച്ചിട്ട് സവോള ഇട്ടിട്ട് ചിക്കൻ ഇട്ടിട്ട് അങ്ങനെ വെക്കലാണ്. പിന്നെ സൈഡിൽ ഈ പറഞ്ഞ മാതിരി സാമ്പാറിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ, വെണ്ടയ്ക്കയും പിന്നെ ഡ്രം സ്റ്റിക്കും ബ്രിഞ്ചോൾ ഇട്ടിട്ട് സൈഡിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം ഇട്ടിട്ട് സവോള ഇട്ടിട്ട് നന്നായിട്ട് സവോള ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുക. ബിക്കോസ് എനിക്ക് സവോള ഇങ്ങനെ വിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അതിന് മുകളിൽ തക്കാളി ഇട്ടിട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഞാൻ പച്ചമുളക് ഇട്ടതുകൊണ്ട് വേറെ റെഡ് ചില്ലി പൗഡർ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് ഈ ചിക്കൻ മസാല റോസ്റ്റ് ചെയ്തെടുക്കണം, അതായത് അതിൻ്റെ റോ സ്മെല്ല് പോകുന്നവരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് മുകളിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് മതി ആദ്യം ഒഴിക്കാൻ, ബിക്കോസ് ഈ ചിക്കനൊന്നും ഒരുപാട് വെള്ളം വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ മസാല കംപ്ലീറ്റ്ലി ചിക്കനിൽ ഇങ്ങനെ പിടിച്ച് വരുന്നവരെ നമ്മളൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ടല്ല ഉണ്ടാക്കിയത്, പുട്ടിനായതുകൊണ്ട് രാവിലെ കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്നും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ സാമ്പാർ സൈഡിൽ അങ്ങനെ തലച്ചോണ്ടിരിക്കുകയാണ്. സാമ്പാറിൻ്റെ പരിപാടിയെല്ലാം സൈഡിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇങ്ങനെ ഐറ്റംസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബിക്കോസ് ബ്രിഞ്ചാൾ എന്നൊക്കെ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ആദ്യം ഡ്രം സ്റ്റിക്ക് ഇട്ടു, ബ്രിഞ്ചാൾ ഇട്ടു, പിന്നെ വന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഇത് എന്താ പറയുക, തിളച്ച് വരുമ്പോൾ കട്ടിയായി വരുമല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പം ദാലിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ കുറച്ച് അധികം കട്ടിയാവും. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പൊതുവേ ഞാൻ ദാലിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് എടുക്കും. പക്ഷേ ഇന്ന് ഇട്ടത് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നും. കട്ടിയായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെണ്ടയ്ക്കായിട്ട് കൊടുത്തു. പിന്നെ പുട്ടുണ്ടാക്കുന്ന മുമ്പ് ഈ പറഞ്ഞ നമ്മൾ കുറച്ച് മെസ്സ് ക്രിയേറ്റ് ചെയ്തല്ലോ ഈ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ടാക്കാനായിട്ട്, അതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തോട്ടോ. എന്നിട്ട് സംഭവങ്ങളെല്ലാം അത് സ്ഥലത്ത് വെച്ചു. ഇത് ആക്ച്വലി എനിക്ക് പുറത്ത് പോവാനും കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ ഇതുപോലത്തെ മീലാണ് പ്ലാൻ ചെയ്യുക. അതായത് ഞാനൊരു 6 മണിക്ക് നിസ്കരിച്ച് ഓതലെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ 8 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അടക്കം എനിക്ക് ഈ ഒരു മീൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർക്കാൻ പറ്റും കേട്ടോ. അതായത് ഒരു 1.5 hours മതി പ്രിപ്പറേഷനും കുക്കിങ്ങും എല്ലാം കൂടി. ബിക്കോസ് ഞാൻ എന്നിട്ട് പുട്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ അധികം പ്രിപ്പറേഷൻ ഒന്നും ഇല്ലല്ലോ. പിന്നെ പുട്ടിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും പറയുന്നില്ല, ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ഈ പറഞ്ഞ ഈ നാടൻ പുട്ട്, വല്യപ്പം കാര്യങ്ങളൊക്കെ ഞാൻ ഈ അടുത്താണ് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പം സാമ്പാർ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് താളിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. ചിക്കൻ കറി സൈഡിൽ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുട്ട് വേവിച്ചെടുക്കലാണ്. പുട്ട് വേവിച്ചിട്ട് ഞാൻ പുട്ട് കഴിക്കുന്ന സമയം കൊണ്ടാണ് ഞാൻ ഈ മറ്റേ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. അതാകുമ്പം തന്നെ ചിക്കൻ ഫ്രൈയിലാകുമ്പം നമുക്ക് അതൊന്നും കിച്ചണിൽ നിന്നിട്ട് ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ലല്ലോ. അത് സൈഡിൽ അങ്ങ് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഡേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാതെ, പക്ഷെ അതേ സമയം തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം വരെ നമുക്ക് നമ്മുടെ വർക്കൊക്കെ തീർത്തിട്ട് നമ്മുടെ ഓഫീസിൻ്റെ വർക്കോ ഇല്ലെങ്കിൽ പുറത്തു പോകുന്ന കാര്യങ്ങളോ വീട്ടിലെ ബാക്കിയുള്ള പണികളോ ജോലികളും ചെയ്യാൻ പറ്റും. പിന്നെ
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ തന്നെ സൈഡ് ബൈ സൈഡ് ബാക്കി ലോണ്ട്രി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ടൈം മാറ്റി വെക്കുന്ന ആവശ്യമില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ പുട്ട് വേവിച്ചെടുത്തപ്പോൾ ആദ്യം ആദ്യം നിങ്ങൾ കണ്ടു കാണും ഒരു ഷോട്ടിൽ, എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പുട്ടിന് ഞാൻ വെള്ളം ഒഴിച്ചത് ഇച്ചിരി കുറഞ്ഞു പോയെന്ന്. അതാണ് രണ്ടാമത്തെ ഞാൻ ഇട്ടപ്പം വേറൊരു പ്ലേറ്റിൽ ഇപ്പൊ കാണിച്ചതല്ലേ, രണ്ടാമത്തെ ഇട്ടപ്പം ഞാൻ അങ്ങ് പുട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടു എന്ന് മാത്രം. അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് വെള്ളം കുറവാകുമ്പോൾ പുട്ടിങ്ങനെ അത്രയും ഫോം ആയിട്ട് ഇങ്ങനെ വരത്തില്ലെന്ന്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ മാതിരി എത്രത്തോളം ഇതുമാതിരി കുക്കിങ്ങും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാലും കുറേയൊക്കെ സംഭവങ്ങൾ എനിക്ക് ഇനിയും പഠിക്കാൻ കിടക്കുന്നു. പ്രത്യേകിച്ച് ഈ നാട്ടിലത്തെ, അതായത് നമ്മുടെ നാടൻ ഫുഡൊക്കെ കാര്യങ്ങളല്ലേ, പുട്ട്, അപ്പം, അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വരണം. ഈ നമ്മൾ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് കൊണ്ടാണല്ലോ പഠിക്കുക. അന്നേരം പിന്നെ ഫുഡും കഴിച്ച്, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറി സാമ്പാറും ചോറും വെക്കാനായിട്ട്. അതായത് സാമ്പാർ ഓൾറെഡി വെച്ച് കഴിഞ്ഞു, പിന്നെ താളിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ചോറ് ഞാൻ സൈഡിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാന് ശരിക്കും പറഞ്ഞാൽ ഇത്ര നാളും ചോറ് ഈ എന്താ പറയുക ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ തിളപ്പിക്കുക ചെയ്യുക. എനിക്കെന്തോ കുക്കറിൽ ഇതുണ്ടാക്കുമ്പം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും കിട്ടും, അല്ലെങ്കിൽ ഓവർ വെന്ത് പോകുമ്പോൾ എനിക്കത് ശരിയാവുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ ഒരു റൈസ് കുക്കർ വാങ്ങിച്ചു നോക്കണം, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഇലക്ട്രിക് കുക്കർ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് ഒന്നും അടച്ച് വെക്കുന്ന ആ ഒരു ടൈപ്പ് അല്ലേ, അതിലെനിക്ക് അത്ര എക്സ്പീരിയൻസ് അല്ല കേട്ടോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തു വെച്ചു, താളിച്ചിട്ട് നേരത്തെ വേവിച്ച സാമ്പാറും പച്ചക്കറികളും ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തു. പിന്നെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇതിന് മുകളിൽ ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട്, 2 ടീസ്പൂൺ ശർക്കര ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ ഒരു സ്വീറ്റിഷ് കുറച്ച് ടേസ്റ്റ് വരും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് കൊറിയാണ്ടർ ലീവ്സും മുകളിലിട്ടു, ലേശം കരിവേപ്പിലയും ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു റുട്ടീൻ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും എല്ലാവരും ഓർത്തെടുക്കുക. ഏത് പ്രായത്തിലും നമുക്ക് എന്തും നേടാൻ പറ്റും, എല്ലാം നമ്മുടെ മൈൻഡിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. Hope you like this vlog. Thank you for watching. Do subscribe and see you in the next vlog. Please do comment your opinions. Thank you for watching. Bye.